ഇടുക്കിയിൽ ആദ്യമായി നടക്കുന്ന അഷ്ടലക്ഷ്മി മഹായാഗത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദേവിയാർ കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടലക്ഷ്മി മഹായാഗം സെപ്റ്റംബർ 19 മുതൽ 29 വരെയാണ് നടക്കുന്നത്. ഭക്തന്മാർ തന്നെ ആചാര്യനും യജമാനനുമാകുന്ന വിശേഷപ്പെട്ട യാഗമാണിത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായി നടക്കുന്ന അഷ്ടലക്ഷ്മി മഹായാഗത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദേവിയാർ കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടലക്ഷ്മി മഹായാഗം സെപ്റ്റംബർ 19 മുതൽ 29 വരെയാണ് നടക്കുന്നത്. സാധാരണ യാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്തന്മാർ തന്നെ ആചാര്യനും യജമാനുമാകുന്ന വിശേഷപ്പെട്ട യാഗമാണിത്. മംഗളാർത്ഥം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് അഷ്ടലക്ഷ്മി മഹായാഗം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 നടക്കുന്ന വിഗ്രഹ ഘോഷയാത്രയോടെ തുടക്കമാകും. 20 പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. യാഗാചാര്യൻ ബ്രഹ്മശ്രീ വേദാഗ്നി അരുൺ സൂര്യഗായത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ യാഗ സംയോജകൻ ഡോക്ടർ നാരായണൻ ഭട്ടതിരിപ്പാട്, യാഗ ബ്രഹ്മൻ കൈലാസി ഡോക്ടർ BK അശോക് കുമാർ എന്നീ യാഗാചാര്യന്മാരും പങ്കെടുക്കും. സാധാരണ പോലെയല്ല, യാഗം എന്ന് പറഞ്ഞ വലിയൊരു സംഭവം തന്നെയാണ്. അതിനകത്ത് ഒരുപടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപടി ജനങ്ങളിലോട്ട് ഇത് എത്തിച്ചേരാനുണ്ട്. ഇതെന്താണ് യാഗം എന്നുള്ളത് ജനങ്ങളെ ശരിക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അതിന് ഗൗരവമായ ഗുണങ്ങളും കാര്യങ്ങളും ആ നാടിനും സമൂഹത്തിനും ആ കുടുംബങ്ങൾക്കും അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഉദ്ദിഷ്ട സാധ്യത്തിനെല്ലാം വേണ്ടിയുള്ളതാണ് ഈ അഷ്ടലക്ഷ്മി യാഗം. ആ യജമാനൻ എന്നതോട് ഉദ്ദേശിക്കുന്നത് ധനം കൊടുക്കുന്ന ആളാണ്. ഭക്തനാണ് ധനം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യജമാനൻ ഭക്തനാണ്. പിന്നെ ആചാര്യൻ, സാധാരണ നമ്മൾ ഭക്തജനങ്ങൾ പൈസ കൊടുത്തിട്ട് മാറി നിൽക്കാറാണ് പതിവ്. ഇവിടെ അങ്ങനെയില്ല. ഓരോ ഭക്തനും യാഗം കഴിക്കുന്നവരാണ്. അപ്പോൾ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിപ്ലവാത്മകമായ ഒരു ആത്മീയ മുന്നേറ്റം ഇതിനു മുമ്പ് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഇത്തരത്തിൽ യജമാനനും ആചാര്യനും സ്വയം ആവാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ജാതിമതലിംഗ ഭേദമില്ലാതെ ആർക്കും ഈ യാഗം സ്വയം ചെയ്യാം. ശ്രീ മഹാലക്ഷ്മിയുടെയും ശ്രീ മഹാഗണപതിയുടെയും 8 ഭാവങ്ങളെ മുൻനിർത്തി ഓരോ ദിവസവും യാഗം നടക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ ഗോപി ചെറുകുന്നേൽ, ഡോക്ടർ BK അശോക് കുമാർ, KK രാജൻ, K അജയൻ, കൈരളി രാജൻ, KS കൃഷ്ണകുമാർ, സുഗതൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.